ദി ഡയറി ഓഫ് എ യങ് ഗേൾ. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്, ദിസ് എൻട്രി വാസ് റിട്ടൺ ഓൺ മൺഡേ 22 May 1944. ആ ഡേറ്റിൽ എഴുതിയ എൻട്രിയാണ് നമുക്കുള്ളത്. 2 ദിവസത്തേതുണ്ട്. അതിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു എൻട്രി എഴുതിയത് 2 months ബിഫോർ അറസ്റ്റഡ് ബൈ ദി ഗെസ്റ്റാപ്പോ പോലീസ്. ഗെസ്റ്റാപ്പോ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 4th August 1944. അതിന് 2 മാസം മുമ്പുള്ള ഒരു കുറിപ്പാണിത്. ഡിയർ കിറ്റി എന്ന സല്യൂട്ടേഷനോട് കൂടിയാണ് എൻട്രി ആരംഭിക്കുന്നത്. കിറ്റി ആരായിരുന്നു എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഡിയർ കിറ്റി, to our great horror and regret we hear that the attitude of a great many people towards us Jews has changed. രാജ്യത്തെ ഒരുപാട് ആളുകളുടെ ജൂതന്മാരോടുള്ള മനോഭാവം, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള നിലപാട് മാറിയിരിക്കുന്നു എന്ന് തങ്ങൾ കേൾക്കാനിടയായി എന്നും അത് തങ്ങളിൽ വലിയ പേടിയും ദുഃഖവും ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ് ആൻ ഫ്രാങ്ക് അന്നത്തെ ഡയറി കുറിപ്പ് ആരംഭിക്കുന്നത്. We hear that there is anti-Semitism now in circles that never thought of it before. This news has affected us all very, very deeply. ആൻറ്റി-സെമിറ്റിസം എന്ന ടേം നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സെമിറ്റിക് അല്ലെങ്കിൽ സെമിറ്റിക് ലാംഗ്വേജസ്, സെമിറ്റിക് റിലീജിയൻസ്, ഇവയൊക്കെ പലപ്പോഴായി നിങ്ങൾ കേട്ട് കാണും. സെമിറ്റിക് ലാംഗ്വേജസ് റെഫേഴ്സ് ടു ദി ലാംഗ്വേജ് ഫാമിലി currently present in വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആൻഡ് ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക, അതേപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ, ഇവിടെയൊക്കെയുള്ള ഭാഷാ കുടുംബങ്ങൾക്കാണ് സെമിറ്റിക് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇനി സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയുമ്പോൾ, ദി ടേം സെമിറ്റിക് റിലീജിയൻസ് മോസ്റ്റ് കോമൺലി റെഫേഴ്സ് ടു ദി എബ്രഹാമിക് റിലീജിയൻസ് ഇൻക്ലൂഡിംഗ് ജൂദായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയുമ്പോൾ അബ്രഹാമിക് റിലീജിയൻസിനെയാണ് നമ്മൾ സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയാം. അതായത് ജൂതമതം, ക്രിസ്തുമതം, അതേപോലെ തന്നെ ഇസ്ലാം, ഇവക്ക് 3 നമ്മൾ അബ്രഹാമിക് റിലീജിയൻസ് എന്ന് പറയുന്നത്. ഇനി ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ, ആൻറ്റി സെമിറ്റിസം മീൻസ് ഹേറ്റ്രഡ് ഓഫ് ജ്യൂസ്. ജൂത വിരോധത്തിനാണ് ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത്. മറ്റു അബ്രഹാമിക് റിലീജിയൻസ് ഒരു ശത്രുത മനോഭാവത്തോടെ ആയിരുന്നു ജൂതമത വിശ്വാസികളെ കണ്ടിരുന്നത്. പല റിലീജിയസ് ടെക്സ്റ്റുകളിലും ഈ ജൂതവിരോധം പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ജൂത ചരിത്രത്തോളം പഴക്കമുള്ളത് തന്നെയാണ് ഈ ഒരു ജൂതവിദ്വേഷം. നമ്മൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. റോമൻ എംപയറിൻ്റെ കാലത്തും അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഫ്ലറിഷ് ചെയ്ത കാലത്തും ഒരുപാട് പീഡനങ്ങൾക്കും അനീതികൾക്കും ആ വിഭാഗം ഇരയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജൂതമതം ഇരയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജീസസിനെ നിഷേധിച്ച കൂട്ടരായും ജീസസിനെ കുരിശിലേറ്റിയവരായും മുദ്രകുത്തിയായിരുന്നു ഈ കൊടിയ പീഡനങ്ങൾ. അതേപോലെ തന്നെ ബൈ ദി ഹൈ മിഡിൽ ഏജസ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 11th century and 14th century, Jews were widely persecuted as barely human, Christ killers and devils. They were accused of poisoning rivers and wells during time of disease. Some were tortured and executed for supposedly abducting and killing Christian children to drink their blood or to use it in making matzo, a charge known as the blood libel. A large number were forced to convert to Christianity to avoid death, torture and expulsion, though many secretly practiced Judaism after their conversions. ഇതായിരുന്നു മിഡിൽ ഏജസുകളിൽ ജൂതന്മാർ അനുഭവിച്ച പീഡനങ്ങളുടെ ഒരു ചെറിയൊരു വിവരണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു സെന്റൻസ്, അതിൽ പറയുന്നത് സമൂഹത്തിൽ ഈ ആൻറ്റി സെമിറ്റിക് മനോഭാവം മുൻപില്ലാത്ത വിധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആൻ ഫ്രാങ്ക് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു ന്യൂസ് അവരുടെ ഫാമിലിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, അവരെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. The cause of this hatred of the Jews is understandable, even human sometimes, but not good. ജൂതന്മാർക്കെതിരെയുള്ള ഈ ഒരു വിദ്വേഷം തനിക്ക് മനസ്സിലാകുന്നതാണെന്ന്
ആൻ പറയുന്നുണ്ട്. പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഇവൻസുകളെ പറ്റിയുള്ള അല്ലെങ്കിൽ അവയെ പറ്റിയെല്ലാം നല്ല ധാരണ ഉള്ളത് കൊണ്ടാവാം ആൻ ഇങ്ങനെ പറഞ്ഞത്. ചില സമയങ്ങളിൽ മനുഷ്യർ നല്ലവരല്ല എന്നും ആൻ അഭിപ്രായപ്പെടുന്നു. The Christians blame the Jews for giving secrets away to the Germans, for betraying their helpers, and for the fact that through the Jews a great many Christians have gone the way of so many others before them and suffered terrible punishments and a dreadful fate. ക്രിസ്ത്യൻസ് ജൂതന്മാർക്കെതിരെ പല ആരോപണങ്ങളും എഴുതിവിടുന്നു എന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ജർമ്മൻസിന് രഹസ്യങ്ങൾ കൈമാറുന്നു എന്നായിരുന്നു ഒരാരോപണം. തങ്ങളെ സഹായിച്ചവരെ വഞ്ചിച്ചവരാണത്രേ ജൂതന്മാർ. മാത്രമല്ല, ജൂതന്മാർ കാരണം ഒരു വലിയ കൂട്ടം ക്രിസ്ത്യൻസ് അവരുടെ മുൻഗാമികൾ കടന്നുപോയ ക്രൂരമർദ്ദനങ്ങളും അതേപോലെ തന്നെ ഭയാനക വിധിയും വീണ്ടും അനുഭവിക്കേണ്ടി വന്നു എന്ന് അവിടെയുള്ള ക്രിസ്ത്യൻസ് കുറ്റപ്പെടുത്തിയെന്നും ആൻ ഫ്രാങ്ക് ഇവിടെ വെച്ച് പറയുന്നു. This is all true, but one must look at all these things from both sides. Would Christians behave differently in our place? The Germans have a means of making people talk. Can a person entirely at their mercy, whether Jew or Christian, always remain silent? Everyone knows that this is practically impossible. Why then should people demand the impossible of the Jews? ക്രിസ്ത്യൻസിന്റെ ആരോപണം സത്യം തന്നെയാണെന്ന് ആൻ ഫ്രാങ്ക് സമ്മതിക്കുന്നു. പക്ഷെ ആ സത്യത്തിന് ഒരു മറുവശം കൂടിയുണ്ടെന്നും അതവർ കാണുന്നില്ല എന്നും ആൻ ഫ്രാങ്ക് ഇവിടെ പറഞ്ഞു വെക്കുന്നു. സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലായിരുന്നു ആൻ ഫ്രാങ്കും കുടുംബവും ഒളിവിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നെതർലാൻഡ്സിലെ 1940കളിലെ 1940s ജർമ്മൻ ഇൻവേഷൻ കാരണമായിരുന്നു ഈ ഒളിവ് ജീവിതമെന്ന് ഓർക്കുക. നാസി സേന ജൂതന്മാരെയൊക്കെ തിരഞ്ഞു പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാക്കുന്ന സമയമായിരുന്നു ഇത്. അപ്പോൾ ഡച്ച് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സുകാർക്കാണ് ഡച്ച് പീപ്പിൾ എന്ന് പറയാം. തങ്ങളുടെ രഹസ്യങ്ങൾ ജൂതർ ജർമ്മൻസിന് ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞതോർക്കുക. ജർമ്മൻസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ ആളുകളെ സംസാരിപ്പിക്കാൻ അവർക്ക് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. അവർ പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. കൊടിയ പീഡന മുറകളായിരുന്നു പലതും. അപ്പോൾ അത്തരം പീഡനങ്ങളെ ഭയന്ന് പിടിക്കപ്പെട്ട പല ജൂതരും പല കാര്യങ്ങളും അവരോട് തുറന്നു പറയുമായിരുന്നു. ഇതാണ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഡച്ച് പീപ്പിൾ ജൂതരുടെ മേൽ ആരോപിച്ചതിൻ്റെ നിജസ്ഥിതി എന്ന് ഞാൻ ഇവിടെ സ്ഥാപിക്കുന്നു. ഒരു വ്യക്തിക്ക്, അയാൾ ജൂതനോ ക്രിസ്ത്യനോ ആവട്ടെ, ഇങ്ങനെ ഒരു പീഡനത്തിൻ്റെ മർദ്ദനം ഏൽക്കുന്ന അവസരത്തിൽ നിശബ്ദനായിരിക്കാൻ സാധിക്കുമോ എന്ന് ആൻ ഫ്രാങ്ക് ഇവിടെ ചോദിക്കുന്നു. എല്ലാവർക്കും അറിയാം അത് അസാധ്യമാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ജൂതരിൽ നിന്ന് ഇത്തരം അസാധ്യമായ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ മറ്റൊരു ചോദ്യം. It's being murmured in underground circles that the German Jews who emigrated to Holland and who are now in Poland may not be allowed to return here. They once had the right of asylum in Holland, but when Hitler has gone, they will have to go back to Germany again. ഇവിടെ രണ്ട് രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് ഹോളണ്ട്, അതേപോലെ തന്നെ പോളണ്ട്. ഈ ഹോളണ്ട് എന്ന് പറയുന്നത് ദി ടു പ്രൊവിൻസസ് ഓഫ് നോർഡ് ആൻഡ് സ്വിഡ് ടുഗെദർ ആർ കോൾഡ് ഹോളണ്ട്. അപ്പോൾ ഈ നെതർലാൻഡ്സിലെ രണ്ട് പ്രൊവിൻസസ് ആയിട്ടുള്ള നോർഡ് സ്വിഡ്, ഈ രണ്ട് പ്രദേശങ്ങളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ഹോളണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ സാധാരണ നെതർലാൻഡ്സിനെ, ആ രാജ്യത്തെ തന്നെ നമ്മൾ ഹോളണ്ട് എന്നും വിളിക്കാറുണ്ട്. ആ രാജ്യത്തിൻ്റെ മറ്റൊരു പേരായിട്ട് ഹോളണ്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ രണ്ട് പ്രദേശത്തെയാണ് ഹോളണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹോളണ്ടും പോളണ്ടും ഇവ രണ്ടും ജർമ്മനിയുമായിട്ട് ബോർഡേഴ്സ് പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഹോളണ്ട് അതേപോലെ തന്നെ പോളണ്ട്, ഇവ രണ്ടിൻ്റെയും ഇടയിലാണ് ജർമ്മനി ഉള്ളത്. ഈ 20th സെഞ്ച്വറിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അതുവരെ ഹോളണ്ടിലും പോളണ്ടിലുമായിട്ടായിരുന്നു ജൂതന്മാരിലെ ഒരു വലിയ ശതമാനം ആളുകളും താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ ജീവിച്ചിരുന്ന രാജ്യമായിരുന്നു പോളണ്ട്. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് പോളണ്ട് ജർമ്മനിയുടെ അധികാരത്തിലാവുകയും അവിടുത്തെ
90% ജൂതന്മാരെയും നാസി സേന കൊന്ന് വംശഹത്യക്ക് വിധേയരാക്കുകയും ചെയ്തു. ഇനി ഹോളണ്ടിലെ അവസ്ഥ അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു അവിടുത്തെ 70% ജൂതരും സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരം ജൂത വംശഹത്യകളുടെ അനന്തരഫലമായിട്ടാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രമൊക്കെ സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഇതാണ്: ഹോളണ്ടിലേക്ക് കുടിയേറിയവരും നിലവിൽ പോളണ്ടിൽ ഉള്ളവരുമായ ജൂതരെ ആംസ്റ്റർഡാമിലേക്ക് തിരിച്ച് വരാൻ സമ്മതിക്കില്ല എന്നൊരു സംസാരം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉള്ളതായി ആൻ ഫ്രാങ്ക് അറിയുന്നു. ജൂതർക്ക് ഒരിക്കൽ ഹോളണ്ടിൽ അഭയം നൽകിയിരുന്നെങ്കിലും ഹിറ്റ്ലറിന്റെ കാലം കഴിഞ്ഞാൽ ഹോളണ്ടിലെ അഭയാർത്ഥികളായ ജൂതന്മാരെല്ലാം തിരിച്ച് ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംസാരം ആൻ ഫ്രാങ്ക് കേൾക്കുകയാണ്.